ഞാൻ ഇവള് 2 വർഷമായിട്ട് ഇഷ്ടത്തിലാ. പ്രകാശ് ഗാർമെന്റ്സിൽ വർക്ക് ചെയ്യുമ്പോൾ തൊട്ട് എനിക്ക് ഇവളെ അറിയാം. പക്ഷേ കുറെ പ്രാവശ്യം പ്രപ്പോസ് ചെയ്തിട്ടും ഇതുവരെ ഇവൾ സമ്മതിച്ചതേ ഇല്ല. ആ ഇൻസിഡന്റിന് ശേഷം ആ ഹോസ്പിറ്റലിൽ ഇവളെ ഞാൻ കാണാൻ പോയിരുന്നു. ബട്ട് ആരും കാണാൻ സമ്മതിച്ചില്ല. ഒരു 1 വീക്ക് മുന്നേ ഇവളെ വിളിച്ചിരുന്നു. വിളിച്ചിട്ട് എന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞു. സോ രണ്ടുപേരും ഒരുമിച്ച് അമ്പലത്തിൽ പോയി എല്ലാ കാര്യങ്ങളും മനസ്സ് തുറന്ന് സംസാരിച്ചു. ഇവളോട് ഞാൻ കുറെ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ചേച്ചി. ഇപ്പോഴും അത് തന്നെയാ പറയുന്നത്, ഇവളാണ് എൻ്റെ ലൈഫ് പാർട്ട്ണർ. തെറ്റ് ചെയ്തവരെ ശിക്ഷിക്കുന്നതിനേക്കാളും തെറ്റ് ചെയ്യാത്തവരെ നിർമ്മിക്കാൻ വേണ്ടിയിട്ടായി ടീച്ചർ ജോലിക്ക് വന്നത്. നിന്നെ തിരുത്തുന്നതിന് മുമ്പ് നിന്റെ പേരൻസിനെയും ടീച്ചേഴ്സിനെയും തിരുത്തിയേ പറ്റൂ. എല്ലാരും നിന്നെ പോലെയാണെങ്കിൽ ഞങ്ങൾക്കൊന്നും പോരാടേണ്ട ആവശ്യമില്ല. മനസാക്ഷിയെ പേടിയില്ലാത്തവനെ തെറ്റൊക്കെ ചെയ്യുന്നത്. പക്ഷെ എന്റെ ഭുവനയുടെ ദേഹത്ത് കൈവച്ചവനെ കണ്ടം തുണ്ടമായിട്ട് വെട്ടിക്കൊല്ലും. ഇപ്പോഴല്ലേ നല്ലവനെന്ന് പറഞ്ഞേ. പണം മോഷ്ടിക്കുന്നവരെക്കാൾ ഏറ്റവും വലിയ ക്രൂരന്മാരാരാന്നറിയോ? മറ്റുള്ളവർ അനുവാദം ഇല്ലാതെ അവരുടെ സുഖത്തെ മോഷ്ടിക്കുന്നവർ. അവർ ഈ സൊസൈറ്റിയിൽ നിന്ന് പോകുന്നവരേക്ക് നമുക്ക് പോരാടിയേ പറ്റൂ. വേറെ വഴിയില്ല. കോർട്ടിന്റെ ഹിയറിംഗ് മിസ് ചെയ്യരുത്. ശരി ചേച്ചി.